ഹലോ മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ SSLC പരീക്ഷയായാലും ശരി, ഇനി +1 +2 അല്ലെങ്കിൽ അതിന് താഴത്തുള്ള പരീക്ഷയായാലും ശരി, എല്ലാ പരീക്ഷകളിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇത് അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടുമോ? അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നോക്കുക? ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ ആണോ നോക്കുക, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണോ നോക്കുക എന്നൊക്കെ കുറേ ഡൗട്ടുകൾ കുട്ടിയൊക്കെയുണ്ട്. എന്നാൽ മക്കളെ, ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ് ഇന്നൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പരീക്ഷ പേപ്പർ നോക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിനോടായിട്ട് ചോദിച്ചതിന് ശേഷം, നമ്മുടെ പരിചയത്തിലേക്ക് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ, അവരോട് ചോദിച്ചതിന് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 99% സത്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് SLC വിദ്യാർത്ഥികൾ, SLC പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനോടാണ് ഞാനിത് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും, അതായത് മലയാളം ലാംഗ്വേജുകളായാലും മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഇനി ഉറുദു, അറബി, ഇങ്ങനെയുള്ള സംസ്കൃതം പോലെയുള്ള എല്ലാ ഭാഷാ വിഷയങ്ങൾ, അതേപോലെ തന്നെ സോഷ്യൽ പരീക്ഷകൾ, പിന്നെ മാത്സ്, സയൻസ്, ഇതിലെല്ലാത്തിലും നമുക്ക് എന്ത് കാണാം? നമുക്ക് ഇത്തരത്തിലുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ? ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കറിയാം 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ 1 എഴുതിയാൽ മതി, അല്ലെങ്കിൽ 4 ഓപ്ഷൻ തന്നിട്ട് അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇനി സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പാർട്ട് ബി എന്ന് പറഞ്ഞാലും പാർട്ട് 2 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് വരിക ഓരോ ക്വസ്റ്റ്യൻ്റെ പാർട്ടിലും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി എന്നല്ലേ? ഇനി അതേപോലെ ഹിന്ദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലും ഇതുപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓർ ക്വസ്റ്റ്യൻ എന്ന ഏരിയയിൽ ഏതെങ്കിലും 1 എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ഡയറി, അല്ലെങ്കിൽ ഒരു സഹി മിലാൻ കരെ, അല്ലെങ്കിൽ ഒരു പട്കഥ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പത്രം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് കാണാം? നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ? ഇനി മാത്സിലൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ എല്ലാത്തിലും ഓരോ സെറ്റ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു 3 എഴുതിയാൽ മതി എന്നൊക്കെ കാണാം. അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അതായത് ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 80 മാർക്കിന് ആ 80 മാർക്കിന് എഴുതേണ്ടത് മാത്രം എഴുതിയാൽ മതി. അത് എഴുതിയാൽ തന്നെ അവന് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ കിട്ടുമല്ലോ. പക്ഷേ നിങ്ങളൊരു ഏവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ നിങ്ങൾക്ക് A+ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി എഴുതിയാൽ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഓപ്ഷൻസ്, ഇപ്പോൾ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതുക. ഓക്കെ, ഒരു 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത് വിചാരിക്കും. ഇപ്പോൾ മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് ഒക്കെ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണല്ലോ. ഈ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങളൊരു 2 മണിക്കൂർ കൊണ്ടെങ്കിലും അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കുറേ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് എഴുതാൻ കഴിയും. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 80 മാർക്കിൻ്റെ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മുടെ പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന അധ്യാപകർ നിങ്ങൾ അഡീഷണൽ എഴുതിയ ക്വസ്റ്റ്യൻസ്, അതേ നമ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതേ ഗ്രൂപ്പിൽ വരുന്ന ആ ക്വസ്റ്റ്യൻസും കൂടി നോക്കിയതിന് ശേഷം ഏതിലാണോ കൂടുതൽ മാർക്ക് അത് നിങ്ങൾക്ക് ആഡ് ചെയ്തു തരും. ഓക്കെ, ഇത് ടീച്ചേഴ്സിൻ്റെ പ്രിഫറൻസ് ആണ്. അതായത് പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ടീച്ചറിന് തീരുമാനിക്കാം ഏതിൽ മാർക്ക് കൊടുക്കണമെന്ന്. മിക്കവാറും 99% ടീച്ചേഴ്സും എന്തായാലും നിങ്ങൾക്ക് മാർക്ക് തരണം എന്നാണല്ലോ അവരുടെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അതിനാണ് മാർക്ക് ഇട്ട് തരിക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് എപ്പോഴും നടക്കണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് നടക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതായത് ചില സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും. ചിലപ്പോൾ വല്ല പ്രിൻറ്റിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ തെറ്റായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കി വിടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്തരത്തിൽ മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ 7 മാർക്കിന് 2 ചോദ്യങ്ങളുണ്ട് അല്ലേ? അതായത് ഒന്നുകിൽ റൈറ്റപ്പ്, അതല്ലെങ്കിൽ ഒരു നറേഷൻ, അതല്ലെങ്കിൽ ഒരു നറേഷൻ, ഒരു റിവ്യൂ, ഇങ്ങനെയുള്ള രീതിയിൽ അതിൽ 7 മാർക്കിന് വരുന്ന ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്, മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും അപാകതയോ സംഭവിച്ചു എന്ന് വിചാരിക്കുകയും, ഒരു കുട്ടി ആദ്യം അവൻ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, അവൻ അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടു. തെറ്റാണെങ്കിലും അവൻ ലാസ്റ്റ് എന്ത് ചെയ്തു? ഏറ്റവും അവസാനം അതൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടു. അപ്പോൾ അവന് എഴുതിയതിന് അവനാകെ 7-5
5 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ്, അവൻ അതിൽ മാർക്കൊന്നും കിട്ടൂല, അത് തെറ്റാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ തെറ്റായതിൻ്റെ പേരിൽ അവൻ ആ ഫുൾ മാർക്ക് 7 മാർക്കും അവിടെ കിട്ടുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അവസാനം എന്ത് ചെയ്യണം, നമ്പറെങ്കിലും വിട്ടു വെക്കണം. സമയമുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും എന്തെങ്കിലും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അറിയില്ലെങ്കിലും എന്തെങ്കിലും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ നമ്മുടെ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും പരീക്ഷ എഴുതി കഴിയാൻ ശ്രമിക്കുക. 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടെങ്കിലും എഴുതാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി ലാസ്റ്റിലേക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അറ്റൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എക്സാമിനറോട് പറയാം, പേപ്പർ അവിടെ എക്സാം ഹാളിൽ നിൽക്കുന്ന ആളോട് പറയാം, സാറേ ഞാൻ ഒന്ന് നമ്പർ ഇട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാത്തുണ്ടോ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാ നമ്പറുകളെങ്കിലും ഒന്ന് ലാസ്റ്റിലൊന്ന് ഇട്ട് വെക്കുക. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി പറഞ്ഞുതരാം. അഥവാ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു ഹിന്ദി പരീക്ഷ ആണെന്ന് വിചാരിച്ചോ, ഹിന്ദി പരീക്ഷ അല്ലെങ്കിൽ ഈ 40 മാർക്കിൻ്റെ പരീക്ഷയിലൊക്കെ 35 മാർക്കാണ് നമുക്ക് സി മാർക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 35 മാർക്കാണ് A+ വേണ്ടത്. നിങ്ങൾ എഴുതിയിട്ട് 35 മാർക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ 35 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയില്ല, ആ കുട്ടിക്ക് ഒരു 34 മാർക്കോ 33 മാർക്കോ കിട്ടി. ഓക്കെ, അപ്പോൾ ആ കുട്ടി എഴുതിയിട്ടുള്ള പേപ്പറിൽ ഇനി മറ്റൊരു ക്വസ്റ്റ്യനും ഇല്ല. ഓക്കെ, ആ കുട്ടി ആകെ നമുക്ക് പറഞ്ഞിട്ടുള്ള നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം നോക്കിയിട്ട് ആ കുട്ടിക്ക് ആകെ പാടന് 33 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ നോക്കുന്ന അധ്യാപകൻ വിചാരിക്കുക എന്താണ്, അയ്യോ ഈ കുട്ടിക്ക് A+ എത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കായിരുന്നു. പക്ഷേ ആ കുട്ടി വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ മാർക്ക് ഇട്ട് കൊടുക്കാൻ വേറെ സ്കോപ്പ് ഇല്ല. ഇപ്പോൾ തെറ്റുള്ളതിനൊക്കെ മാർക്ക് ഇട്ട് കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കുറച്ചൊക്കെ ഒരു 1/2 മാർക്കൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ കുട്ടിക്ക് ഇനി 2 മാർക്ക് വേണം അല്ലേ. അപ്പോൾ ആ 2 മാർക്കിലേക്ക് എത്തിക്കാൻ ഒരു നിവൃത്തിയും അയാൾ കാണുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ A+ നഷ്ടമാണ്. എന്നാൽ അതേ കുട്ടി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, അവസാനം ഈ ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയറിയും അതേപോലെ തന്നെ പട്കഥയും ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി ആദ്യം ഡയറി ചെയ്തപ്പോൾ ആ കുട്ടിക്ക് അതിലൊരു 4 മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു 3 മാർക്ക് കിട്ടി. അവസാനം ആ കുട്ടി ടൈം കിട്ടിയപ്പം ഈ പട്കഥ കൂടി ഓർ ക്വസ്റ്റ്യൻ കൂടി ലാസ്റ്റ് എഴുതി എന്ന് വിചാരിക്കുക. അപ്പം ഈ കുട്ടിക്ക് ആകെ ടോട്ടൽ മാർക്ക് കൂട്ടിയപ്പം ഒരു 33 മാർക്കാണുള്ളത്. ഇനി ഒരു 2 മാർക്ക് കൂടി വേണമെങ്കിൽ ആ 2 മാർക്ക് അവസാനം ഓർ ക്വസ്റ്റ്യനിൽ എഴുതി ആ പട്കഥയിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആർക്ക് കിട്ടി, നമ്മുടെ ടീച്ചർക്ക് കിട്ടി. ഇതൊരു സാധ്യതയാണ്, പക്ഷേ അങ്ങനെ ചെയ്യാറുണ്ട് ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഓർ ക്വസ്റ്റ്യൻസ് എഴുതാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ ഇത് ചാടി കയറി ആദ്യം എഴുതിയിട്ട് നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒരിക്കലും എഴുതാതെ നിങ്ങൾ പോകരുത്. ആദ്യം നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അത് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ സമയം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി എഴുതേണ്ടത്. അതല്ലാതെ ഞാനൊക്കെ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചാടി കയറി പരീക്ഷ ആണെന്ന് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ എഴുതില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല, എഴുതിയാൽ എന്തെങ്കിലും കിട്ടാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പരീക്ഷ ഒരു പോരാട്ടമാണ്. അവിടെ അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ പൊരുതിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, കിട്ടിയാൽ കിട്ടി, പോയാൽ ചട്ടി അല്ലേ, ഇതാണ് നമ്മുടെ വാക്യം. അപ്പോൾ എന്തായാലും മക്കളെ, ഇങ്ങനെ എല്ലാ തരത്തിലും എന്തൊക്കെ തരത്തിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോ അതൊക്കെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയിൽ ഫോളോ ചെയ്യുക. ഇതൊന്നും ഫോളോ ചെയ്ത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവും വരാനില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനേ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഒത്തിരി ടിപ്സുകൾ ഇനിയും നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ടിപ്സുകളും കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ്. അതുകൊണ്ടാണ് കുറച്ചായിട്ട് തരുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡി വീഡിയോസ് ഒക്കെ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കുറേ കുട്ടികൾ ഗ്രാമറൊക്കെ ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെയോ ഹിന്ദിൻ്റെ ഒക്കെ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ അറിയാമല്ലോ, സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പരമാവധി നിങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.